ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ മസാലൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നമുക്ക് സമൂസ ഫോൾഡ് ചെയ്യുന്ന 10 ടെക്നിക്സുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. കുറച്ച് പീസ് ചിക്കൻ ഉണ്ട്. അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ അരക്കപ്പാണുള്ളത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്തിട്ടായാലും ഇടാം. ഞാനൊരു 5-6 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതുമാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ കുറച്ച് വേവാൻ തുടങ്ങുമ്പോൾ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിക്കാവും. അപ്പോൾ അതൊന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു കവർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം. ഇതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. എന്നിട്ട് ഏകദേശം ഇത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകവും 1 ടീസ്പൂൺ അയമോദകവും ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കരിഞ്ജീരകവും അയമോദകമൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാൽഡ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് സാധാ ഷീറ്റിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഡാൽഡ ചേർക്കാത്തതിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ബേക്കിങ്ങിനും ഈ ടെക്നിക്സൊക്കെ നമുക്ക് ബേക്കിങ്ങിനും ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു സ്റ്റിഫ് ഡോ ആവുന്നത് വരെ കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ച് കനം കുറച്ചിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് മസാല വെച്ചിട്ട് സൈഡിലൊക്കെ കുറച്ച് വെള്ളം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡിൽ ഞാനിത് രണ്ടും കൂടെ നേരെ പകുതി ആക്കിയിട്ട് ഒന്ന് പിടിച്ച് എന്നിട്ട് അതിന് ശേഷം ഒരു സൈഡൊന്ന് സീൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ മിഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എണ്ണ കയറില്ല. അപ്പോൾ നന്നായിട്ട് സീൽ ചെയ്ത് നിൽക്കും. വെള്ളം ആക്കിയത് കൊണ്ട് നന്നായിട്ട് സ്റ്റിക്കായി നിൽക്കും. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത്ത് കൂട്ടും. അപ്പോൾ നമുക്ക് ഈക്വലായിട്ടുള്ള സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നേരെ ഹാഫായിട്ട് മടക്കുക. എല്ലാവരും സൈഡിൽ വെള്ളം തേക്കണം. അപ്പം മസാല വെച്ചിട്ട് സൈഡിൽ വെള്ളം തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹാഫായിട്ട് മടക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല ഇളക്കി വരാണ്ടിരിക്കാനും അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ എണ്ണ കയറാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു ഫോർക്കിൻ്റെ സൈഡ് കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെ ഇതൊന്ന് സ്റ്റിക്കായി കിട്ടുകയും ചെയ്യും. അത് രണ്ടാമത്തെ ടെക്നിക്ക്. ഇനി മൂന്നാമത്തത് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു കട്ടർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ സൈഡിൽ വെള്ളമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് ഫോൾഡ് ചെയ്യാം. മിഡിൽ പോർഷൻ തന്നെ 2 സൈഡിൻ്റെ മിഡിൽ എടുത്തിട്ടൊന്നിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ട്രയാങ്കിളിൻ്റെ സ്ക്വയറാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒന്ന് മിഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അതേപോലെ തന്നെ മറ്റേ സൈഡും മിഡിലിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്യണം, മിഡിൽ ഭാഗം ഇളകി വരാൻ പാടില്ല, അപ്പോൾ എണ്ണ കയറും. അപ്പോൾ നന്നായിട്ട് ആ മിഡിൽ പോർഷൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതിൽ നമ്മളൊരു സ്ക്വയർ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തണമെന്നൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സൈസിലുള്ള ഷീറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ കിട്ടണമെന്നൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ആയാൽ മതി. എന്നിട്ട് ഇതിൻ്റെയൊക്കെ 4 കോർണേഴ്സും നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മിഡിലാണ് നമ്മൾ മസാല വെക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിയ ഷീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. മസാല വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 4 കോർണേഴ്സും ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ കോർണേഴ്സിൻ്റെ സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇതൊന്ന് സീലായി നിന്നില്ലെങ്കിൽ എണ്ണ കയറും. എല്ലാ ഇതിൻ്റെ അകത്തും നമ്മളിതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യണം. ഏത് ഷേപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഫ്രൈ ചെയ്യുന്നതാകുമ്പോൾ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ ശരിക്കും പ്രസ്സായി നിന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കോർണേഴ്സ് പുറത്തോട്ടേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതൊരു ഫ്ലവർ ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആയിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്സൊക്കെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോ സ്റ്റിഫായിരിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി കഴിഞ്ഞാൽ ഷേപ്സ് ഒന്നും കറക്റ്റായിട്ട് നിൽക്കില്ല. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ പരത്തിയതിന് ശേഷം ഒന്ന് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വീതി കൂടിയ ഭാഗത്ത് മസാല വെക്കുക. മസാല വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വീതി കുറഞ്ഞ ഭാഗത്തേക്ക് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് നമ്മൾ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് സീൽ ചെയ്തെടുക്കുക. എഡ്ജ് ശരിയില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എൻ്റെ റൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല, നിങ്ങൾക്ക് റൗണ്ടിൽ പരത്താൻ പറ്റുമെങ്കിൽ റൗണ്ടിൽ പരത്തിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ മസാല വെക്കുക. എന്നിട്ട് മറ്റേ സൈഡിൻ്റെ അകത്ത് ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പം അറ്റം കട്ട് ചെയ്യരുത്, അറ്റം ഒരു 1/2 ഇഞ്ച് ബാക്കി വെക്കുക. എന്നിട്ട് മസാല വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കൂടിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടി ആക്കി ഒന്ന് സീൽ ചെയ്യുക. ഇതിപ്പോൾ അധികം ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് റിംഗ് സമൂസ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാ ഷേപ്പും നമ്മളൊരു 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് 2ാമത്തേതും ചിലപ്പം ശരിയുണ്ടാവില്ല, 3ാമത്തേതൊക്കെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്ക് മസാല വെച്ചിട്ട് സൈഡിലൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിഡിലിൽ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സീൽ ചെയ്ത ഭാഗം നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക, പിന്നെയും ഫോൾഡ് ചെയ്യുക, പിന്നെയും പ്രസ് ചെയ്യുക. ഇങ്ങനെ മറ്റേ അറ്റം വരെ പ്രസ് ചെയ്തെടുക്കുക. ഒരു മെത്തേഡും അധികം ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇറച്ചിയട കോഴിയടക്കൊക്കെ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ അറിയാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഈ ഭംഗിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അത്ര ഒരു പ്രാക്ടീസ് ഇല്ല, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇനി അടുത്തതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്തെടുത്തിട്ട് മിഡിൽ മസാല വെച്ച് സൈഡിൽ വെള്ളം തേച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 അറ്റം ഒന്ന് ജോയിൻ ചെയ്യാം. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിക്കായി നിന്നോളൂ.
അടുത്തത് നമ്മളൊന്ന് റൗണ്ടിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ മസാല വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് സീൽ ചെയ്യുക. നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ ബാക്കിയുള്ള ഭാഗത്ത് നമ്മളൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റിംഗ് സമോസയ്ക്ക് ഇട്ടതുപോലെയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ നീളത്തിൽ തന്നെ വരയിട്ട് കൊടുക്കുക. രണ്ടറ്റം കട്ട് ചെയ്യരുത്. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ മേലിലേക്ക് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. കുറച്ചുകൂടെ വീതിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നീളത്തിലൊന്ന് ഷീറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ അറ്റം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിതൊന്ന് എടുത്ത് വെക്കുന്ന ടൈമിൽ മൈദയുടെ തോലൊന്നിങ്ങനെ വലിഞ്ഞ് വന്നിട്ട് ഷേപ്പില്ലാണ്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ റിംഗ് സമോസയൊക്കെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷേ സൈഡ്സ് ജോയിൻ ചെയ്യാണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷേപ്സൊക്കെ തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ മസാല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. ചിലർക്കൊക്കെ പച്ച ചിക്കനൊക്കെ അരയ്ക്കാന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്